വെസ്റ്റ് ലയൺസ് ക്ലബിന്റെ 2024-2025 പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. പ്രസിഡന്റായി ഇബ്രാഹിം കുട്ടി, സെക്രട്ടറിയായി SK സുനിൽകുമാർ, ട്രഷററായി TA പീറ്റർ എന്നിവർക്ക് പുറമെ ഷബീർ, ജിതേഷ്, ജസ്റ്റിൻ വർഗീസ്, ചാർലി K ജോസ്, ലവ്ലി ഷെല്ലി, അനില പീറ്റർ എന്നിവരും ചുമതലയേറ്റു. സ്ഥാനാരോഹണ ചടങ്ങിന് ലയൺ ഡോക്ടർ ബിനോയ് മത്തായി നേതൃത്വം നൽകി. ലയൺസ് ക്ലബ് ഓഫ് ആലുവ വെസ്റ്റ് ഗോൾഡൻ ജൂബിലി ഇയർ വമ്പിച്ച രീതിയിൽ ആഘോഷിക്കുവാനും പാവപ്പെട്ടവർക്കുള്ള കാരുണ്യ പ്രവർത്തനങ്ങളും പദ്ധതികളും തയ്യാറാക്കി. സ്കൂൾ യൂണിഫോം, ഓട്ടോറിക്ഷകൾക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സ്, അശരണർക്കുള്ള സാമ്പത്തിക സഹായം എന്നിവയും വിതരണം ചെയ്തു. Installation meeting called to order. There shall be showers of blessings. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessings we need. Mercy drops round us are falling. But for the showers we plead, We salute our national flag and pledge our allegiance to the same. Its honor and its glory depend upon the zeal and assiduity with which each one of us shoulder one's responsibilities of a good citizen. Its history written in letters of gold inspires us to put in good work for the fair name of our country. We declare our unflinching loyalty to our national flag and maintain that its course shall be our course and that each individual amongst us shall make genuine efforts to add to its luster and glory and make it fly proudly aloft in the committee of nations. Please, incoming Ladies Forum, President Lioness Lovely Shelley, Lioness Lady Forum President Lioness Preeti Gates, PSTs of our neighboring clubs and zone clubs, distinguished guests, fellow Lions, Lionesses, Cubs, I extend a hearty welcome to you all on behalf of Lions Club of Alua West. Today we are here for the installation of our President, Lion-elect Lion Ibrahim Kutti, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഉണ്ണി, and his team for the dynastic year 2024-25. At the same time, it is all the more important with our Golden Jubilee celebrations in this year. Golden Jubilee സെലിബ്രേഷൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഉടനെ സംസാരിക്കുന്നതായിരിക്കും. ആദ്യമായി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു. നമ്മുടെ ഇന്നത്തെ മീറ്റിംഗിലെ ചീഫ് ഗസ്റ്റ് ആൻഡ് ഇൻസ്റ്റാളിംഗ് ഓഫീസർ ലയൺ ഡോക്ടർ ബിനോയ് മത്തായി MJF ആണ്. എൻ്റെ പ്രസിഡൻഷിപ്പ് കഴിഞ്ഞിട്ട് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ലയൺ ഷബീർ ആയിരുന്നു അന്നത്തെ ഇൻകമിംഗ് പ്രസിഡന്റ്. അദ്ദേഹത്തിനെ ഇൻസ്റ്റാൾ ചെയ്തതും ലയൺ ഡോക്ടർ ബിജോയ് മത്തായി ആയിരുന്നു. അദ്ദേഹത്തെ പരിചയപ്പെടുത്താനായിട്ട് നമ്മുടെ ലയൺ ഷെല്ലി ജോസഫ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിലേക്ക് കിടക്കുന്നില്ല. ലയൺ ഡോക്ടർ ബിനോയ് മത്തായി ഈ മീറ്റിങ്ങിലേക്ക് ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി തിരക്കുകൾക്കിടയിലും ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ റീജിയണൽ ചെയർപേഴ്സൺ ലയൺ സുനിൽ ജോസഫ് MJF, അദ്ദേഹത്തിനെ ഈ മീറ്റിംഗിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
നമ്മുടെ ഈ വർഷത്തെ സോൺ ചെയർപേഴ്സൺ ലയൺ പീറ്റർ കോയിക്കരയാണ്. മിനിയാന്നാൾ തൃക്കാക്കരയുടെ മീറ്റിംഗിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഈ മീറ്റിംഗിലേക്ക് തീർച്ചയായും എത്തിക്കോളാമെന്ന വാക്ക് തന്നിരുന്നു. അതുപ്രകാരം നേരത്തെ തന്നെ അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ മീറ്റിംഗിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി 2023-24 വർഷത്തെ ഞങ്ങളുടെ സോൺ ചെയർപേഴ്സണായ ലയൺ ഡോക്ടർ മഹേഷ് കുമാറാണ്. അദ്ദേഹത്തെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം പറയേണ്ട ആവശ്യമില്ലെങ്കിലും നമ്മളുടെ ഇൻകമിംഗ് പ്രസിഡന്റ് ലയൺ എബ്രാഹിം കുട്ടിയെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഫെഡറാഫിനെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ വർഷത്തെ ലയൺസ് ലേഡീസ് ഫോറം പ്രസിഡന്റ് ലയൺസ് പ്രീതി ഗേൾസിനെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത വർഷത്തെ ലയൺസ് ലേഡീസ് ഫോറം ആൻഡ് ലയൺസ് ക്ലബ് ഓഫ് തൃക്കാക്കര ഇവിടെ സാരഥികൾ നമ്മുടെ സ്നേഹപൂർവമായ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ ഓരോരുത്തരെയും പ്രത്യേകം ഈ മീറ്റിംഗിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സദസ്സിലുള്ള മറ്റ് പ്രമുഖ വ്യക്തികളെയും ക്ഷണിതാക്കളെയും ഈ മീറ്റിംഗിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. Last but not the least, I would like to welcome the senior lions of Alway West, my dear fellow lions, lion ladies, cubs, and to this meeting. You all know that our club was started in 1974, July 26th, and this is the 50th year of our club. In this Golden Jubilee year, we have to do a great service to the society to carry forward the rich legacy of our club. We have done a number of service activities to the society for the last 50 years. കഴിഞ്ഞ 50 വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയായിട്ട് ഉള്ളത് നമ്മളുടെ ഒരേ ഒരു ചാർട്ടർ മെമ്പറാണ്. അദ്ദേഹം ഇന്ന് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ നീസിൻ്റെ മാരേജ് ആയതുകൊണ്ട് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. എങ്കിൽ പോലും ആ ഓർമ്മകൾ അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ സാധ്യത. ഇതിനൊപ്പം തന്നെ നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ നമ്മളുടെ ക്ലബിൽ നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞ ലയൺ ഭാസ്കരൻ സാറും ലയൺ OP ജോസഫ് സാറും അവരായിരുന്നു ഈ ക്ലബിൻ്റെ ഒരു കാലത്തെ വളരെ നല്ല രീതിയിൽ കൊണ്ടു നടന്ന രണ്ട് സീനിയർ ലയൺസ്. അവരുടെ സേവനം ആണ് നമ്മളെല്ലാം ഒരു ഗുഡ് മെന്റേഴ്സ് ആയിരുന്നു അവർ നമ്മുടെ ക്ലബിന് വേണ്ടിയിട്ട്. ഈ തരുണത്തിൽ അവരെ അനുസ്മരിക്കുന്ന ഒപ്പം ശ്രദ്ധാഞ്ജലിയും അർപ്പിക്കുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ 40 വർഷത്തിൽ കൂടുതൽ നമ്മുടെ ക്ലബിലുള്ള സീനിയർ ലയൺസ് ആയ ലയൺ ഡൊമിനിക് ജോസഫ്, ലയൺ ജെസ്സി ജോസ് പാറയിൽ, ലയൺ ഫ്രാൻസിസ് സേവിയർ കാരക്കാട്, ലയൺ ഷംസുദ്ദീൻ എല്ലാം തന്നെ ഈ ക്ലബിന് വേണ്ടി നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ളവരാണ്. ഇതിനൊപ്പം തന്നെ നമ്മൾക്ക് ക്ലബിൽ 35 വർഷം പൂർത്തിയാക്കിയ ലയൺ സാബു ലോനപ്പൻ, 25 വർഷം പൂർത്തിയാക്കിയ ലയൺ എബ്രാഹിം കുട്ടി ആൻഡ് ലയൺ പീറ്റർ, ഇവർക്കെല്ലാം ഒരു ഷെവറോൺ അവാർഡ് ഇന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഇന്നത്തെ മീറ്റിംഗിൽ വിതരണം ചെയ്യുന്നതായിരിക്കും. Without the active participation of the members, no club will be successful. So I am happy to state that in spite of the busy schedules, our office bearers and members of our club during the year 2023-24 spent considerable time
for the cause of Lionism. I would like to express my sincere thanks to all the club members. ഞങ്ങളുടെ 12th ബോർഡ് മീറ്റിംഗ് ലാസ്റ്റ് മന്തിൽ നടന്നു. ആ മീറ്റിങ്ങിൽ ഞാൻ ഓരോ ക്ലബ് മെമ്പേഴ്സിനെയും പ്രത്യേകം പേര് പറഞ്ഞ് നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സമയത്തിൻ്റെ ദൗർലഭ്യം കൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. Let me take this opportunity to thank my secretary Lion Justin Varghese and my treasurer Lion Sunil SK for their wholehearted cooperation in all the achievements and awards obtained. Without them, I could not have achieved this in my tenure. Similarly, I would like to wish our Lion Ladies Forum President Lioness Preeti Gales, Secretary Lioness Mary Justin and Treasurer Lioness Bensi Saju for their great efforts to bring our club very lively and colourful. They are instrumental for the entertainments in our club. Our Onam celebrations, Ladies Night, Club Tour, Children's Day celebrations and Charter Day celebrations എല്ലാം തന്നെ അടിച്ചു പൊളിച്ചു. ആയതിനാൽ ലയൺ ലേഡീസ് ഫോറത്തിലെ ഓരോ മെമ്പേഴ്സിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. Our club has earned a good PR value and reputation in the district for obtaining appreciation awards for the district contest participation. We have got the contest winner 5th position in the category C. For the President, Secretary and Treasurer, a noble performance in the below 6 projects. This first project was support to club installation projects. We have given 2 school kits to 2 schools and 1 computer to 1 school and financial help of 10,000 to 2 poor students for their school admission. And second award was support to LCF by giving 2 MJFs. I am happy to say that our Lion Engineer Varghese ME and Lion Dr. Mahesh Kumar was kind enough to be a MJF in this year and we got points for that. Next is support to blood donation. We have conducted a camp in Maliyangara Engineering College during the month of September. And 4th award is for support to hunger projects. At School of Blind Kidmadu, we have conducted 2 hunger projects. One is at August 15th, that is together with the all clubs in Alway, and another one was on White Cane Day. And similarly, we have done many hunger projects at Welfare Association, Vidithanadu. It was a very different experience. Our member Lion Mohammed Shabir and Dr. Mansoor are the leading persons in that organization, and out of 186 members, around 75% is mentally retarded people. It's a great service to the society they are doing, and wherever possible we have to help them for their charity activities. And also we have done the vision projects, and lastly the support to the sports of differently abled. We have arranged 25 students from Kripa Bhavan, Kidmadu for this sports of differently abled. That was conducted in last month 27. And not for in the awards, in fact we have installed 3 lions in this year, but for that we have not got any award. Monlal പറയുന്ന പോലെ കപ്പൊന്നും കിട്ടിയില്ലായിരുന്നു. We are now in our Golden Jubilee celebration. It is time for all of us to rededicate ourselves and uphold the highest tradition that we have inherited from our founding father, the great Lion Melvin Jones. It is not fair from my part if I am not mentioning
Lion Justice Joseph Parail, who has taken great efforts to bring our club directory, which is being released today. He spent a day and night to complete it on time, along with Lion Shelly Joseph and Lion Dr. Professor Fatima Austin. I would like to give my sincere appreciation to Lion Justice Joseph Parail for his dedication in Lionism. Finally, I would like to wish our incoming President Lion Ibrahim Kuti and Lion Ladies Forum President Lioness Lovely Chetty and their team a very successful Lioness year 24-25. As a team, we will render our all-hearted cooperation to them to bring our Golden Jubilee year a memorable one. Before I conclude, I would like to welcome you all once again in this meeting. Thank you all. Returning Officer, Lion Dr. Binoy Mathai, MJF. Incoming President, Lion Ibrahim Kuti. Lion Ladies Forum President, Lioness Lovely Chetty. Distinguished Lions, Lioness on and off the dais, Lion family members. 2023-24 കാലഘട്ടത്തിലെ ആലുവ വെസ്റ്റ് ലേഡീസ് ഫോറം പ്രസിഡന്റായി തിരഞ്ഞെടുത്ത് എന്നിൽ വിശ്വാസം അർപ്പിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. എന്നോടൊപ്പം ലയൺസ് സെക്രട്ടറി മേരി ജസ്റ്റിൻ, ട്രഷറർ ബെൻസി സാജു അടങ്ങിയ ലേഡീസ് ഫോറം ബോർഡ് മെമ്പേഴ്സിനും ലയൺ പ്രസിഡന്റ് രാജഗോപാൽ, സെക്രട്ടറി ലയൺ ജസ്റ്റിൻ, ട്രഷറർ ലയൺ സുനിൽകുമാറിൻ്റെയും സപ്പോർട്ടും കോർഡിനേഷനും എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നു. അതിന് പ്രത്യേകം നന്ദി. ലയൺ മെമ്പേഴ്സ് ഒരുമിച്ച് സാമൂഹ്യ പ്രവർത്തനങ്ങളും ചെയ്യാൻ സാധിച്ചു. നമ്മുടെ ഫണ്ടിൽ നിന്ന് ഒരു അഗ്നിമന്ദിരത്തിലേക്ക് അന്തേവാസികൾക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ സൗഹൃദത്തിൻ്റെ ഭാഗമായി വൺഡേ ട്രിപ്പുകൾ നടത്താൻ കഴിഞ്ഞു. ഓണം സെലിബ്രേഷൻ, തിരുവാതിരയ്ക്കും പൂക്കള മത്സരത്തിൽ പങ്കെടുത്തവർക്കും ഓണപ്പാട്ടുകൾ ആലപിച്ചവർക്കും പ്രത്യേകം നന്ദി. ആ സംരംഭം വിജയപ്രദമാക്കിയ എല്ലാവർക്കും നന്ദി. ക്രിസ്മസ് ന്യൂ ഇയർ പ്രോഗ്രാം പങ്കെടുത്ത എല്ലാ ലയൺസിനും ലയൺ ലേഡീസിനും കപ്സിനും പ്രത്യേകം നന്ദി. ചിൽഡ്രൻസ് ഡേ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ കപ്സിനും സപ്പോർട്ട് ചെയ്ത പാരൻസിനും നന്ദി. ലേഡീസ് നൈറ്റ്, ലേഡീസിൻ്റേതാണെങ്കിൽ പോലും ഒരു ലാഗും കൂടാതെ ലയൺസ് നോക്കിയിട്ടുണ്ട്. ഏകാംഗ നാടകം അവതരിപ്പിച്ചും ഇൻസ്ട്രുമെൻ്റ് വായിച്ചും ഗാനങ്ങൾ ആലപിച്ചും ഡാൻസ് ചെയ്തും സദസ്സ് ഭംഗിയാക്കിയ ലയൺസിനും ലയൺ ലേഡീസിനും കബ്സിനും പ്രത്യേകം നന്ദി. ഡാൻസുകൾ അവതരിപ്പിച്ച എല്ലാ ലയൺ ലേഡീസിനും പ്രത്യേകം നന്ദി. ഇൻകമ്മിങ് ലയൺ PSTക്കും ലയൺ ലേഡീസ് ഫോറം PSTക്കും ടീമിനും എല്ലാ വിജയാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. Lion Rajagopal, Installation Officer Lion Dr. Binoy Mathai MJF, past District Governor, Region Chairperson Lion Sunil Joseph MJF, Zone Chairperson Lion Peter Koikera, Lion Ladies Forum President Preeti Giles, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള മറ്റ് ക്ലബ്ബുകളിലെ ഭാരവാഹികളെ, ലയൺസ് ക്ലബ് ഓഫ് ആലുവ വെസ്റ്റിലെ കുടുംബാംഗങ്ങളെ, മെമ്പർ സുഹൃത്തുക്കളെ, മുൻ പ്രസിഡന്റ് എന്ന നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പുതിയ ഭാരവാഹികളെ പരിചയപ്പെടുത്തുക എന്ന ഉത്തരവാദിത്തമാണ് എനിക്കുള്ളത്. ആദ്യമായി ഡയറക്ടർ ബോർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ പേരുകൾ വായിക്കുന്നു. ദയവായി എഴുന്നേറ്റ് നിന്ന് അക്നോളജ് ചെയ്താൽ നന്നായിരിക്കും. ലയൺ ഡൊമിനിക് ജോസഫ് MJF,
Lion Francis Xavier Karakat, Lion Shamsuddin Emmam, Lion Advocate Sabul Onappan, Lion Victor Paul, Lion Padmanabhan KV, Lion Nixon P. Thomas, Lion Chelly Joseph, Francis Xavier K.A., Lion Dr. Mahesh MJF, Lion Manoj Kanapalli. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ തുടങ്ങിയ ഭാരവാഹികളെ പരിചയപ്പെടുത്തുന്നു. പേര് വിളിക്കുന്നവർ ദയവായി എഴുന്നേറ്റ് നിന്ന് അഭിവാദ്യം ചെയ്താൽ നന്നായിരിക്കും. ആദ്യമായി പ്രസിഡന്റ് ലൈൻ ഇബ്രാഹിം കുട്ടി ഉണ്ണി എന്ന പേരിൽ അറിയപ്പെടുന്നു. ജനനം 1962, 85 മുതൽ 97 വരെ പ്രവാസിയായിരുന്നു. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ സൂപ്പർ മാർക്കറ്റുകൾ എന്ന സംരംഭം കേരളത്തിൽ മൊത്തം വ്യാപിക്കുന്നതിന് മുമ്പ് മാർജിൻ ഫ്രീ മാർക്കറ്റ് എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ഉപജ്ഞാതാവും പരമാത്മാവുമാണ്. ഇപ്പോൾ ഫ്രാഞ്ചൈസി കോർഡിനേറ്ററായിട്ട് സേവനം ചെയ്യുന്നു. ഹോട്ടല്, റെസ്റ്റോറന്റ്, ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്. സൂപ്പർ മാർക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ, YMCA, ഫ്രൈഡേ ക്ലബ്ബ്, പെരിയാർ ക്ലബ്ബ്, ആലുവ ക്ലബ്ബ് എന്നിവയിലെല്ലാം സജീവ അംഗത്വവും ഭാരവാഹിത്വവും ഉണ്ട്. ഉണ്ണിക്കയെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചാൽ ആദ്യം ഏത് നാട്ടിൽ എവിടെ ചെന്ന് അന്വേഷിച്ചാലും ഉണ്ണിക്ക അറിയാത്ത ഒരാളുണ്ടാവില്ല. അതേപോലെ തിരിച്ചു ഏത് ഫീൽഡിലുള്ള ആരെ കുറിച്ച് ചോദിച്ചാലും ഉണ്ണിക്കയ്ക്ക് വരുന്നുണ്ടോ? എനിക്ക് ഒന്ന് അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞാൽ ഭാര്യ ജെസ്സി, 3 മക്കള്, 2 പേര് വിദേശത്തെ വിദ്യാർത്ഥികളാണ്, ഒരാൾ ഡെന്റിസ്റ്റാണ്. 1999 മുതൽ ലയൺസ് ക്ലബ് ഓഫ് ആലുവ വെസ്റ്റിലെ മെമ്പറാണ്. സെക്രട്ടറി, പ്രസിഡന്റ്, സോൺ മെമ്പർഷിപ്പ് അഡ്വൈസർ, റീജിയൻ ഡയറക്ടർ എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട്. അടുത്തത് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ലയൺ സുനിൽ കുമാർ എന്ന ഭാരവാഹിയെ പരിചയപ്പെടുത്തുന്നു. അദ്ദേഹം ആലുവയിൽ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനാണ്. 2012 മുതൽ നമ്മുടെ ക്ലബിലെ അംഗമാണ്. നിലവിലെ ട്രഷററാണ്. 2016-17 വർഷം സെക്രട്ടറിയായി സേവനം ചെയ്തിട്ടുണ്ട്. ഭാര്യ മഞ്ജു സുനിൽ ബിസിനസ്സിൽ സഹായിക്കുന്നു. 2 മക്കള്, 2 പേരും വിദ്യാർത്ഥികൾ. ട്രഷറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ലയൺ പീറ്റർ CA. 1997 മുതൽ ക്ലബിലെ അംഗമാണ്. 2015-16 വർഷം ട്രഷറായി സേവനം ചെയ്തിട്ടുണ്ട്. തോട്ടുകൽ ഏജൻസീസ്, തോട്ടുകൽ ടൂറിസ്റ്റ് ഹോം എന്നീ സ്ഥാപനങ്ങൾ നടത്തുന്നു. ഭാര്യ അനില, മകൻ ആന്റണി CA പഠിക്കുന്നു. ഇനിയുള്ള ഒരു ഭാരവാഹി എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ്, ഇമ്മീഡിയറ്റ് പാസ്റ്റ് പ്രസിഡന്റായിട്ട് വരും. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, ലയൺ രാജഗോപാലൻ. ബാക്കി ഭാരവാഹികളായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളവര് ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ലയൺ മുഹമ്മദ് ഷബീർ, സെക്കൻഡ് വൈസ് പ്രസിഡന്റ് ലയൺ ജിതേഷ്, തേർഡ് വൈസ് പ്രസിഡന്റ് എഞ്ചിനീയർ ജസ്റ്റിൻ വർഗീസ്, ജോയിന്റ് സെക്രട്ടറി ലയൺ ചാർലി ഡി ജോസ്, President Rajagopal, Chief Guest and Installation Officer Lion Dr. Binoy Mathai, Incoming President Lion Ibrahim Kutti, Lion dignitaries on and off the dais, invited guests from various clubs and my dear friends. നമ്മുടെ ഡിസ്ട്രിക്റ്റിന് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ദുബായിൽ 2 ക്ലബ്ബ് ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് വെളിയിൽ 2 ക്ലബ്ബ് നമ്മുടെ ഈ ഡിസ്ട്രിക്റ്റിന്റെ പാർട്ടായിട്ടുണ്ടായിരുന്നു. കൊച്ചിൻ എംപയറും കൊച്ചിൻ ഓവർസീസും കൊച്ചിൻ എംപയറും. ഇന്നിപ്പോൾ ഇതേ പേരിൽ 2 ക്ലബ്ബ് 2022 നമ്മുടെ ഡിസ്ട്രിക്റ്റിലുണ്ട്. അതും പഴയ ക്ലബ്ബായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ദുബായിലാണ്, ഇപ്പൊ വേറെ ഡിസ്ട്രിക്റ്റിലാണ്. ഞാൻ ഈ 2006-2009 കാലഘട്ടത്തിൽ ദുബായിൽ ബാങ്കിങ് സംബന്ധമായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഡിസ്ട്രിക്ട് ചെയർമാൻ ഫോർ ഓവർസീസ് എന്ന് പറഞ്ഞിട്ട് ഡെസിഗ്നേഷൻ എനിക്കുണ്ടായിരുന്നു. ഒരു ദിവസം കൊച്ചിൻ എംപയറിന്റെ ചാർട്ടർ പ്രസിഡന്റ് മിസ്റ്റർ ലയൺ ഡേവിഡ് വർഗീസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന്
വൈകിട്ട് ഫ്രീ ആണ്. നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഒരു സീനിയർ ലയൺ ലീഡർ ഇന്റർനാഷണൽ ഡയറക്ടർ വരുന്ന ഒരു സെമിനാറിലോട്ട് ട്രെയിനിങ് വിളിച്ചിട്ടുണ്ട്. വളരെ ചുരുക്കം ചിലത് ഇന്ത്യയിൽ നിന്നുള്ളൂ. കൂടുതൽ ആളുകളും പാകിസ്ഥാനും ബംഗ്ലാദേശും വേറെ അതർ ഏഷ്യൻ കൺട്രീസിൽ നിന്നാണ് ഉള്ളത്. ഇദ്ദേഹം നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്. അന്ന് ഡിസ്ട്രിക്റ്റിന്റെ ഗവർണർ ലയൻ രാമചന്ദ്രൻ നായരായിരുന്നു. അപ്പൊ അത് പ്രകാരം അന്ന് വൈകിട്ടാണ് ഇന്ന് അദ്ദേഹം വരും, നമുക്ക് വൈകിട്ട് ദുബായിലെ ഒരു പെർട്ടിക്കുലർ ക്ലബിൽ കൂടാമെന്ന് പറഞ്ഞ് അതനുസരിച്ച് ഞങ്ങൾ വൈകിട്ട് അടച്ചു. ഒരു ലയൺ ലീഡറിന് പറ്റിയ എല്ലാ ക്വാളിറ്റിയും അദ്ദേഹത്തിനുണ്ട്. ഉടനെ അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അദ്ദേഹം ഒരു ലയൺ ഗവർണറാവും. അതിന് മേലെ അദ്ദേഹം പോകും. അദ്ദേഹം ഹി ഡിസേർവ്സ് ഇറ്റ് ആൻഡ് ഹി ഹാസ് ഗോട്ട് ദാറ്റ് ക്വാളിഫിക്കേഷൻ. അന്ന് അവിടെ കൂടിയിരുന്നവർ പറഞ്ഞത് വേറെ ആരെ പറ്റിയല്ല, നമ്മുടെ പ്രിയപ്പെട്ട ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ലയൺ ഡോക്ടർ ബിനോയ് മത്തായെ പറ്റിയാണ്. ആ പറഞ്ഞതുപോലെ തന്നെ 2009 അദ്ദേഹം ഇലക്ഷൻ കാൻഡിഡേറ്റ് ആയി പ്രഖ്യാപിച്ചു. ഞാനപ്പോഴും ദുബായിലൂടെ വന്നു. അന്ന് നമ്മുടെ ലയൺസ് എല്ലാവരും തന്നെ ഇദ്ദേഹത്തെ ലയൺ ബിനോയ് മത്തായുടെ കാൻഡിഡേറ്റിനെ സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് മെജോറിറ്റി ഓഫ് ആളുകൾ നമ്മൾ അന്ന് ആ ഡിസ്ട്രിക്ട് ഇലക്ഷന് പോയിരുന്നു, നമ്മുടെ ക്ലബിൽ പോയിരുന്നു. അതിന് വിപരീതമായിട്ട് ആ കൊല്ലം നമ്മുടെ ഗോകുലം പാർക്കിലാണ് ആ കൊല്ലം ഇൻസ്റ്റലേഷൻ നടന്നത്. സാധാരണ ലീ വേണ്ടിയെല്ലാം നടക്കാറ്, സാധാരണ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരുന്നത്. ഗോകുലം പാർക്കിൽ ആദ്യമായിട്ട് ബിനോയ് മത്തായുടെ ഇൻസ്റ്റലേഷൻ നടക്കുന്നു. നമ്മുടെ ലയൺ വെസ്റ്റ് എനിക്ക് മെജോറിറ്റി വി ആർ ഓൾ സപ്പോർട്ടിങ് ലയൺ ബിനോയ് മത്തായി. അവിടെ ചെല്ലുന്നു. അവിടെ വെച്ച് ബിനോയ് മത്തായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരു സാധാരണ കീഴ്വഴക്കം തെറ്റിച്ചെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ തന്നെ ഡിസ്ട്രിക്റ്റിൽ ആരെങ്കിലും ലയനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് പകരമായിട്ട് നിലമ്പൂരുള്ള ഒരു ലയനാണ് വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നിലമ്പൂരുള്ള ഒരു ലയൻ മോട്ടിവേഷൻ സ്പീക്കർ, JCCന്റെ ഇന്റർനാഷണൽ പ്രസിഡന്റും നാഷണൽ പ്രസിഡന്റ് ലെവലിലേക്ക് ഇത് മോട്ടിവേഷൻ സ്പീക്കർ എന്നാണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വളരെ മനോഹരമായിട്ട് അദ്ദേഹം ബിനോയ് മത്തായിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് വേറെ ആരും ആയിരുന്നില്ല, ലയൻ വാമനകുമാർ. പിന്നീട് ഇറ്റ് ഈസ് ഹിസ്റ്ററി. പിന്നീട് അദ്ദേഹം പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണറായി, മൾട്ടിപ്പിൾ പ്രസിഡന്റായി, ഗാർഡ് ലീഡറായി. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ബിനോയ് മത്തായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് അദ്ദേഹത്തിന് നമ്മുടെ ഡിസ്ട്രിക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ടു അവർ ഡിസ്ട്രിക്ട് ബൈ ദാറ്റ് സിംഗിൾ ഇൻട്രൊഡക്ഷൻ. അതാണ് ശരിക്കും ഉണ്ടായത്. അതാണ് അതിന് ശേഷം നമ്മൾ കണ്ടതെല്ലാം പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഉയർച്ചയൊക്കെ. ഞങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ അദ്ദേഹത്തിന്റെ ബിനോയ് മത്തായിയുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഒന്നുറച്ചു, ഇപ്പം റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കേണ്ട. കാരണം he will win with a vast majority and that is and the rest is history. He won the election and പിന്നെ മുകളിലോട്ട് ലാൻഡ് ഉയർന്നു പോയി. ഇതൊരു ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് I am coming to official introduction. His father, Dr. N.M. Mattai, was the director and the professor of pediatrics at Calicut Medical College, and he was known as the father of pediatrics in Kerala. His mother, Dr. Amini Mattai, was the founder of Nedunjali Trust Hospital, which was the first hospital in Moattura in private sector. Dr. Binoy is a rank holder for MBBS from Calicut Medical College. After completing MD in 1986, he joined Kolanjeri Medical Mission as consultant physician. In 1988, he joined his own hospital, Nedunjali Trust Hospital. At present, he is the director and chief physician of this hospital. Organizations like IMA, Association of Physicians of India, and Cardiology Society of India. He is also a member of Research Society for the Study of Diabetes in India. Dr. Binoy joined in Lions in 1986 as member of Lions Club of Kolanjeri and became secretary of Kolanjeri Club in 1987. Joined Lions Club of Moattura in 1988. He became his president in 2005-06, zone chairperson in 2006-07, RC in 2007-08, and DC leadership in 2008-09. Secretary of Dionis Home for the Blind and Aged at the Mudagu. He is associated with various social clubs and has served the board and has been in the board of many of these clubs. Dr. Binoy Mattai is married to Lioness Dr. Kuku Mattai. She is absent today and she is suffering from fever. She is a dermatologist by profession. Dr. Kuku is the daughter of former freedom fighter
and ex-MLA of Pudupalli, Shri P.C. Cherian. As in the term, he was the MLA of Pudupalli, then afterwards only Umanchandi and okay. He comes from, Kuku Mattai comes from famous family of Padinarkara family, which is based in Kottayam. She was very active in the Lions Board and has served in the Lions Board as zone director, region director, director seminars and advisor to the board. She was adjudged Lions of the Year in 2008-9. Has 2 children, Arjun, working as software engineer and project manager in Adobe Singapore. He is married to Minu, an engineer, also working in Singapore. Now our guest of honor, Lion Dr. Binoy Mattai, MJF, will be delivering his keynote address and would be installing our new office bearers of the Lions Club of Valley West, new office bearers of Lions Ladies Forum, and he would also be inducting a new member to the club tonight. Lion Dr. Binoy Mattai. ആലുവ വെസ്റ്റിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് രാജഗോപാൽ, ലയൺ ലേഡീസ് ഫോറം പ്രസിഡന്റ് ലയൺ ലേഡി പ്രീതി ഗൈഡ്സ്, ഇൻകമിംഗ് പ്രസിഡന്റ് ലയൺ ഇബ്രാഹിം കുട്ടി, ഇൻകമിംഗ് ലയൺ ലേഡീസ് ഫോറം പ്രസിഡന്റ് Lioness Lovely Shilly, regional chairperson, zone chairperson, വേദിയിൽ ഉപേക്ഷിച്ചായിരിക്കുന്ന മറ്റ് സീനിയർ ലയൺ സുഹൃത്തുക്കളെ, ആലുവ വെസ്റ്റിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ലയൺ ലേഡി സുഹൃത്തുക്കളെ, ഇൻവൈറ്റഡ് ഗെസ്റ്റ്സ്, PSTs from other clubs, and my dear friends. ആദ്യമായിട്ട് ഷെല്ലി ഒരുപാട് പഴയ ഓർമ്മകൾ അയവിറക്കി ദുബായ് മുതലുള്ള ചരിത്രം മുഴുവൻ ഇവിടെ വിവരിച്ച് നിങ്ങൾക്ക് എന്നെ പരിചയപ്പെടുത്തിയ ഷെല്ലിയോട് ആദ്യമായിട്ട് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് ഷെല്ലി പറഞ്ഞ ആ ഒരു ഇൻസിഡന്റ്. ദുബായില് ഡേവിഡ് വർഗീസും ഷെല്ലിയും അങ്ങനെ ഇസ്മായിൽ അങ്ങനെ കുറേ പേരെല്ലാം കൂടെ കൂടി ഞങ്ങൾ അന്ന് കൂടിയ ഒരു ദിവസം സീനിയർ ലയൺസ് ലീഡർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടക്കുന്ന ആ സമയത്തായിരുന്നു ഒരു ദിവസം കൂടാനായിട്ട് ഷെല്ലിയെ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് ഞാൻ ആ അവസരത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അതിനുശേഷം ഒരുപാട് എടുക്കാനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ടായി. പക്ഷെ ഷെല്ലി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടി പോയത് അത് മറക്കാൻ സാധിക്കുന്ന കാര്യമല്ല. OP ജോസഫ് ഏട്ടനെയാണ് എൻ്റെ മനസ്സിലെപ്പോഴും അന്ന് ഷെല്ലി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ കൂടി പോകുന്നത്. കാരണം അദ്ദേഹം എൻ്റെ ഒരു വലിയ അഭ്യുദയകാംക്ഷയായിരുന്നു, ഒരു സംശയം കാര്യത്തിലില്ല. ഒരുപാട് ഉപദേശങ്ങൾ തന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു OP ചേട്ടൻ. എല്ലാത്തിനും നോക്കി കഴിഞ്ഞാൽ എന്നും ഓർക്കുന്നത്, എന്നെ എവിടെ വെച്ച് കണ്ടാലും അദ്ദേഹം എന്നോട് പറയുന്നത്, അദ്ദേഹം എന്നെ വിളിക്കുന്നത് പാലങ്ങൾ പണിയുന്ന ഗവർണർ എന്നായിരുന്നു. എൻ്റെ സ്ലോഗൻ ബിൽഡിംഗ് ബ്രിഡ്ജസ് ടച്ചിങ് ലൈഫ്സ് എന്നുള്ളതായിരുന്നു എൻ്റെ സ്ലോഗൻ. അതുകൊണ്ട് OP ചേട്ടൻ എന്നെ എവിടെ വെച്ച് കണ്ടാലും പലപ്പോഴും പല വേദികളിലും അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ പറയും, പാലങ്ങൾ പണിയുന്ന ഗവർണറാണ് നമ്മുടെ ഗവർണർ എന്ന് പറഞ്ഞാണ് അദ്ദേഹം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത് പല അവസരങ്ങളിലും. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ തലവണങ്ങുകയാണ്. ആലുവ വെസ്റ്റ് ലയൺസ് ക്ലബ്ബ് 50 വർഷങ്ങൾ പിന്നിട്ടു. ഗോൾഡൻ ജൂബിലിയുടെ നിറവിൽ നിൽക്കുന്ന ആലുവ വെസ്റ്റ് ലയൺസ് ക്ലബ്ബ്, ആ ക്ലബില് ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ തുടക്കം കുറിക്കുന്ന ഈ ദിവസം നിങ്ങളോടൊപ്പം ഒരുമിച്ച് ആ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുള്ള ഒരു അവസരം തന്നതിന് ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. വളരെ സന്തോഷമുള്ള ഒരു അവസരമാണിത്. കാരണം 50 വർഷങ്ങൾ ഒരു ക്ലബ്ബ് തികയ്ക്കുമ്പോൾ ആ ക്ലബിനോടൊപ്പം ആ ആഘോഷങ്ങൾ തുടക്കം കുറിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു ഓണർ അല്ല. ഇറ്റ്സ് എ ബിഗ് ഓണർ ദാറ്റ് യു ആർ ഗിവിംഗ് മീ ടുഡേ to start off
or flag off your Golden Jubilee celebrations this year. പ്രത്യേകിച്ചും ഉണ്ണി പ്രസിഡന്റായിട്ട് ചാർജ് എടുക്കുന്ന ഈ ഒരു അവസരത്തിൽ, കാരണം ഇവിടെ ലയൺ വർഗീസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് പറഞ്ഞു, ഉണ്ണിയെ എവിടെ ചെന്നാലും എപ്പോഴും ആർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഉണ്ണി. എനിക്ക് തോന്നുന്നു ഉണ്ണിയുമായിട്ടുള്ള ബന്ധം എനിക്ക് ഏകദേശം ഒരു 15-17 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ബന്ധമാണ് ഉണ്ണിയുമായിട്ടുള്ളത്. അതിൽ കൂടുതലായിട്ട് ഉണ്ണിയായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധം കൂടാതെ ഞങ്ങൾക്ക് ഒരു മൂവാറ്റ കണക്ഷൻ കൂടിയുണ്ട്. ജെസ്സിക്ക് മൂവാറ്റുപുഴയായിട്ടൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ജെസ്സി ആ ഒരു രീതിയിലുള്ളൊരു കണക്ഷനും ഞങ്ങൾക്ക് ഉണ്ട്. സോ ദാറ്റ് മെയ്ഡ് അവർ ബോണ്ട് സ്ട്രോങ്ങർ. ഇൻഫാക്ട് പല കാര്യങ്ങളിലും, പ്രത്യേകിച്ച് ഇവിടെ സൂചിപ്പിച്ച പോലെ, ശരി പറഞ്ഞതുപോലെ, ആ ഒരു ഇലക്ഷൻ കാലഘട്ടത്തിലെല്ലാം എൻ്റെ കൂടെ നിന്ന് എൻ്റെ ഒപ്പം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഉണ്ണി. അതുകൊണ്ട് ഉണ്ണിയെ ഇന്ന് ക്ലബിന്റെ പ്രസിഡന്റായിട്ട് ഗോൾഡൻ ജൂബിലി വർഷം പ്രസിഡന്റായിട്ട് അവരോധിക്കാൻ ഒരു അവസരം ലഭിച്ചതും വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുകയാണ്. ആൻഡ് ആലുവ വെസ്റ്റ് എന്ന് പറയുമ്പോൾ 50 വർഷം പഴകിയ ഒരു ക്ലബ്ബ്, ഒരു ചാർട്ടർ മെമ്പർ മാത്രമേ, ജോർജിയായിട്ടിൻ്റെ ഒരു ചാർട്ടർ മെമ്പർ മാത്രമേ നിങ്ങൾക്ക് ഇപ്പം നിലവിലുള്ളൂ. 50 വർഷം ആകുമ്പോൾ നമുക്കറിയാം, ഞങ്ങൾ കഴിഞ്ഞ വർഷം 50 കൊല്ലം ആഘോഷിച്ച ക്ലബ്ബാണ് ലയൺസ് ക്ലബ് ഓഫ് മൂവാറ്റുപുഴ. 130 അംഗങ്ങൾ ഞങ്ങൾക്കുണ്ടെങ്കിലും ഒരാൾ പോലും, ഒരു ചാർട്ടർ മെമ്പർ പോലും ഞങ്ങൾക്കില്ല. സോ ആഫ്റ്റർ 50 years having one charter member is a big thing. And I really miss Georgetown today, but I'm sure there are reasons for that. ആലുവ വെസ്റ്റിൽ ഒരുപാട് സുഹൃത്തുക്കളുള്ള ഒരു ക്ലബ്ബാണ് ആലുവ വെസ്റ്റ്. അനേകം സീനിയർ മെമ്പേഴ്സ്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അനേകം സീനിയർ മെമ്പേഴ്സ് ഇവിടെ ഓരോരുത്തരുടെ ലയൺസത്തിലെ ഡിസ്ട്രിക്റ്റിന് പല രീതിയിലും പല വർഷങ്ങളിലും നേതൃത്വം നൽകിയ അനേകം ആളുകൾ ഈ ക്ലബിലെ അംഗങ്ങളായിട്ടുണ്ട്. പല വർഷങ്ങളും അനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക്, ഡിസ്ട്രിക്റ്റിന്റെ തലത്തിലുള്ള ജീവകാരുണ്യ ചാരിറ്റബിൾ ആക്ടിവിറ്റീസിന് ഒരുപാട് നേതൃത്വം നൽകിയിട്ടുള്ള ക്ലബ്ബാണ് ലയൺസ് ക്ലബ് ഓഫ് ആലുവ വെസ്റ്റ്. ആലുവ വെസ്റ്റിലെ അനേകം നല്ല സ്മരണകൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും എന്നുമുണ്ട്. ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ ഞാൻ ഡിസ്ട്രിക്ട് ഗവർണർ ആയിരുന്ന കാലത്താണോ അതോ ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ആയിരുന്ന കാലത്താണോ നിങ്ങളുടെ ഒരു കൾച്ചറൽ മീറ്റിങ്ങിൽ പങ്കെടുക്കാനായിട്ടൊരു അവസരം എനിക്ക് ലഭിച്ചു. ആ കൾച്ചറൽ മീറ്റിംഗ് YMCA വെച്ചായിരുന്നു നടന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അന്നത്തെ കാലഘട്ടത്തിൽ അതിമനോഹരമായ ഒരു സ്കിറ്റും ഡാൻസും ഡ്രാമയും എല്ലാമായിട്ടുള്ള ഒരു വളരെ ആസ്വാദകരമായിട്ടുള്ള ഒരു സന്ധ്യ ലയൺസ് ക്ലബ് ഓഫ് ആലുവ വെസ്റ്റിന്റെ കൂടെ ചെലവഴിക്കുവാനുള്ള അവസരം എനിക്ക് അന്ന് ലഭിച്ചു ഞാൻ ഓർക്കുന്നു. അന്നാണ് ലയൺസ് ക്ലബ് ഓഫ് ആലുവ വെസ്റ്റിലെ ലയൺ ലേഡീസ്, അന്ന് ലയണസ് ആയിരുന്നു, ലയണസ് ഫോറത്തിന്റെ ഒരു സ്ട്രെങ്ത് എന്തുമാത്രമുണ്ടെന്ന് യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയത്. കാരണം എല്ലാ രീതിയിലും അന്ന് ആ മീറ്റിങ്ങും ലയൺസ് ക്ലബ് ഓഫ് ആലുവ വെസ്റ്റിന് ജീവൻ നൽകിയിട്ടുള്ള ഒരു വിഭാഗമാണ് ലയണസ് ഫോറം ആലുവ വെസ്റ്റിന്റെ. പലരും അന്ന് ഒരുപാട് പേര് ലയണസ് ഫോറത്തിൽ വളരെ ആക്റ്റീവായിട്ടുള്ള അനേകം അംഗങ്ങൾ ലയണസ് ക്ലബ് ഓഫ് ആലുവ വെസ്റ്റ്. അതുപോലെ തന്നെ ഞാൻ ഡിസ്ട്രിക്ട് ഗവർണർ ആയിരുന്ന സമയത്ത് എൻ്റെ പെറ്റ് പ്രോജക്റ്റ് ആയിരുന്ന ഡ്യൂ ഡ്രോപ്സ് ഫോർ ലൈഫ്, അത് ആലുവ വെസ്റ്റിന്റെ നേതൃത്വത്തിൽ ഒരു സ്കൂളിൽ അന്ന് അത് നടപ്പാക്കാനായിട്ട് അന്ന് ലയൺ ഷംസുദ്ദീനാണ് എൻ്റെ കൂടെ അന്ന് അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തി. അദ്ദേഹവും കൂടെ നിന്നുകൊണ്ട് അന്ന് ആ പ്രോജക്റ്റ് അവിടെ നടപ്പാക്കാനായിട്ട് ആലുവ വെസ്റ്റിന്റെ കൂടെ ഒരുമിച്ച് നിന്നിട്ടുള്ള ഒരു ക്ലബ്ബാണ്. അങ്ങനെ ഒരുപാട് സ്മരണകൾ ആലുവ വെസ്റ്റിനെ പറ്റി ഉണ്ട്. ആലുവ വെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഈ 2024-25 എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. നിങ്ങളുടെ 50 വർഷത്തെ യാത്രയുടെ ഒരു ആഘോഷമാണ് ഈ വർഷം. 50 years of your journey in Lionism, and you are going to celebrate those 50 years during the year 24-25. അതോടൊപ്പം തന്നെ 50 വർഷത്തേക്കുള്ള 50 വർഷത്തെ ഒരു തിരിഞ്ഞുനോട്ടം. What Lions Club of Aluva West was during the last 50 years എന്നതിനെ പറ്റിയുള്ള ഒരു അവലോകനത്തിനുള്ള ഒരു വർഷമാണ് 24-25 എന്ന് പറയുന്നത്. അതിലുപരിയായി
how to set the course for the next years to come. ഭാവിയിലേക്ക് ഏത് രീതിയിൽ ലയൺസ് ക്ലബ് ഓഫ് ആലുവ വെസ്റ്റ് സഞ്ചരിക്കണം എന്നുള്ളതിനെ പറ്റി ഒരു തീരുമാനം എടുക്കേണ്ട ഒരു വർഷമാണ് 24-25 എന്ന് പറയുന്നത്. സോ ഇൻ വെരി മെനി റെസ്പെക്ട്സ് the year 24-25 is going to be a watershed year in the history of Lions Club of Aluva West. ഈ ഒരു അവസരത്തിൽ എനിക്ക് തോന്നുന്നത് ലയണിസം, ഇന്റർനാഷണൽ ലയണിസം ഇൻ ജനറൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ 107 വർഷങ്ങൾ പിന്നിട്ട ഇന്റർനാഷണൽ ലയണിസം, ഈവൻ the Lionism at the international level is at a crossroads. ഒരു നാൽക്കാവലിയിൽ വന്ന് നിൽക്കുകയാണ് എന്ന് പറയുകയാണെങ്കിൽ അതിൽ വലിയ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 107 വർഷങ്ങൾ കൊണ്ട് ഒരുപാട് സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. It is a time that we have been at the international level we are trying to refocus. We are trying to redirect our focus on different areas. For the last many years, we have been resting on the laurels of our past glory, of our past performance. അതിൽ നിന്നൊരു മാറ്റം വന്ന മുന്നോട്ട് ഫ്യൂച്ചറിലേക്ക് നോക്കുന്ന ഒരു ചേഞ്ച് ഓഫ് ഫോക്കസ് നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ 1925 സിഡാർ പോയിന്റ് കൺവെൻഷനിൽ വെച്ച് ഹെലൻ കെല്ലർ അന്ന് നമ്മളെ നൈറ്റ്സ് ഓഫ് ദ ബ്ലൈൻഡ് എന്ന് പറഞ്ഞ് ആഹ്വാനം ചെയ്ത് ആ ഒരു ചാലഞ്ച് ഏറ്റെടുക്കുവാനായിട്ട് ഒരു ആഹ്വാനം ഉണ്ടായി. അന്ന് നമ്മളത് ധൈര്യത്തോടു കൂടി ഏറ്റെടുത്തു. ലയൺസ് പ്രസ്ഥാനം സൈറ്റിന് വേണ്ടി, ബ്ലൈൻഡ്നെസ്സിന് വേണ്ടിയുള്ള ഒരു യുദ്ധം നമ്മൾ അന്ന് ആരംഭിച്ചു. ആ യുദ്ധം ഒരു സിംഗിൾ ഫോക്കസ്ഡ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ബ്ലൈൻഡ്നെസ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് അന്ന് ആ കാലഘട്ടത്തിൽ അത് മാത്രമായിരുന്നു. അത് ഏകദേശം 80-90 വർഷങ്ങളോളം നമ്മൾ ആ ഒരു ഫോക്കസിൽ മാത്രം നിന്നു. അത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു. വലിയ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു. നമ്മൾ ആയിരം ആശുപത്രികൾ, ഐ ഹോസ്പിറ്റലുകൾ ലോകമെമ്പാടും സ്ഥാപിക്കുവാൻ നമ്മളെ കൊണ്ട് സാധിച്ചു. അനേകം ആളുകൾക്ക് കാഴ്ചശക്തി നൽകുവാൻ നമ്മളെ കൊണ്ട് സാധിച്ചു. അനേകം കുട്ടികൾക്ക് സൈറ്റ് ഫോർ കിഡ്സ് പ്രോഗ്രാമിലൂടെ അനേകം കുട്ടികളെ സഹായിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. അങ്ങനെ ലക്ഷം ആളുകൾക്ക് പ്രയോജനം ചെയ്ത ഒരു പ്രോഗ്രാം നമുക്ക് അതിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. പക്ഷേ ഇന്ന് 100 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ മാറി, നമ്മുടെ ചാലഞ്ചസ് മാറി, പല രീതിയിലുള്ള മാറ്റങ്ങൾ, സർക്കംസ്റ്റൻസസ് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് അന്ന് ഫേസ് ചെയ്തിരുന്ന ചാലഞ്ചസ് അല്ല ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ച് എന്ന് പറയുന്നത് പ്രോബബ്ലി നമ്മുടെ എൻവയൺമെന്റൽ പ്രോബ്ലംസ് ആയിരിക്കാം. നമ്മുടെ സമൂഹത്തെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ, നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളെ തന്നെ കാർന്ന് തിന്നുന്ന ഒരു ക്യാൻസറാണ് ഇന്ന് എൻവയൺമെന്റൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ തന്നെ ഓരോരുത്തരും നമ്മളും നമ്മുടെ മുൻ തലമുറയും എല്ലാം ചെയ്ത് വെച്ച ചെയ്തികളുടെ അനന്തരഫലം ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഗ്ലോബൽ വാർമിംഗ്, ചൂട്, ഫാമിൻസ്, അല്ലെങ്കിൽ വെള്ളപ്പൊക്കങ്ങൾ, ഇങ്ങനെ എന്തെല്ലാം അനുഭവങ്ങളാണ് നമ്മളിപ്പോൾ. അത് നമ്മൾ ഒരു കാലത്ത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മൾ അതിന്റെ കെടുതികൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ വി ഹാവ് ടു റീഫോക്കസ്. ആ ഒരു റീഫോക്കസിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നൗ വി ഹാവ് ടേക്കൺ അപ്പ് എൻവയൺമെന്റൽ protection in a big way. That is one of our major focuses now, international ലയണിസത്തിന്റെ. തീർച്ചയായിട്ടും നമ്മൾ ഈ ഇന്റർനാഷണൽ ലയണിസം ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ അനേകം ഗവൺമെന്റുകൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതിനേക്കാൾ ഉപരിയായി ചെയ്യുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ you take another cause that we are focusing now on. Take the cause of childhood cancer. ചൈൽഡ്ഹുഡ് ക്യാൻസർ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ 10-9 ചൈൽഡ്ഹുഡ് ക്യാൻസറുകളും ഉണ്ടാവുന്നത് ലോകത്തുമെമ്പാടും ഗ്ലോബൽ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ 10-9
ചൈൽഡ്ഹുഡ് ക്യാൻസറുകളും ഉണ്ടാകുന്നത് ലോ ഓർ മിഡിൽ ഇൻകം കൺട്രീസിലാണ്. വരുമാനങ്ങൾ കുറഞ്ഞ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ചൈൽഡ്ഹുഡ് ക്യാൻസറുകൾ നടക്കുന്നത്. അത് മാത്രമല്ല, ഈ ലോ ഇൻകം ചൈൽഡ്ഹുഡ് ക്യാൻസർ നടക്കുന്ന രാജ്യങ്ങളിൽ സർവൈവൽ റേറ്റ് എന്ന് പറയുന്നത് 30%. ഈ ബാക്കി 1 out of 10 ഇൻ ദ ഡെവലപ്ഡ് കൺട്രീസ് അവിടെയുള്ള സർവൈവൽ റേറ്റ് 80% ആണെന്ന് നമ്മൾ ഓർക്കണം. So that is an area where our focus has to reach. അത് നമ്മൾ വീണ്ടും ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മൾ അതിനു വേണ്ടി വലിയൊരു ഒരു യുദ്ധം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്, ചൈൽഡ്ഹുഡ് ക്യാൻസർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അനേകം ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് ഏരിയാസ് നമുക്കറിയാം. നമ്മുടെ ഫോക്കസ് ഏരിയാസ് നമുക്കറിയാം. ഡയബറ്റീസ്, ഹങ്കർ പ്രോജക്ട്സ്, യൂത്ത്, ഇങ്ങനെയുള്ള ഫോക്കസ് ഏരിയാസിലെല്ലാം. സോ ബേസിക്കലി what I'm trying to say is that we are trying to refocus. International Lionism is trying to adapt to the changes that are happening in this world. We are trying to refocus our vision onto newer areas. So that is a change that is happening at the international level, especially related to service areas. പക്ഷെ എൻ്റെ മനസ്സിൽ ചില ആശങ്കകളുമുണ്ട് ലയണിസത്തെ പറ്റി. അത് നിങ്ങളുമായി പങ്കുവയ്ക്കാതിരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ പങ്കുവയ്ക്കുകയാണ്. അത് ചിലപ്പോൾ ഇന്റർനാഷണൽ ലയണിസത്തിന് എഗെയിൻസ്റ്റ് ആയിരിക്കാൻ ഞാൻ പറയുന്ന വാക്കുകൾ. എന്നിരുന്നാൽ പോലും പറയേണ്ട സ്ഥലത്ത് പറയണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം പറയുകയാണ്. നമ്മുടെ ഒരു ഇന്റർനാഷണലിന്റെ ഒരു വലിയ പ്രോജക്റ്റാണ് മിഷൻ 1.5. നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് മിഷൻ 1.5. മിഷൻ 1.5 എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, 1.5 മില്യൺ 15 ലക്ഷം അംഗങ്ങളിലേക്ക് നമ്മളുടെ അംഗസംഖ്യ എത്തിക്കുക എന്നുള്ളതാണ് മിഷൻ 1.5 എന്ന് പറയുന്നത്. അത് ഇപ്പൊ നമ്മുടെ പുതിയ ഒരു പോളിസി, ഒരു ടാർഗറ്റായിട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ് മിഷൻ 1.5 എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ മനസ്സിൽ ചെറിയ ആശങ്കകളുണ്ട് അതിനെ പറ്റി. കാരണം അങ്ങനെ ഒരു പുഷ് നമ്മൾ നടത്തുമ്പോൾ, ഒരു മെമ്പർഷിപ്പ് ഗ്രോത്തിന് വേണ്ടിയുള്ള ഒരു പുഷ് നമ്മൾ നടത്തുമ്പോൾ, are we not diluting our organization to a great extent? Are we not doing some kind of an indiscriminate growth process? അങ്ങനെ ഒരു ഗ്രോത്ത് പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടോ എന്നൊരു സംശയം എൻ്റെ മനസ്സിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ GAT ടീമിന്റെ ഫോക്കസ് മുഴുവനും അംഗങ്ങളെ ചേർക്കുക എന്നുള്ളതിലാണ്, പുതിയ ക്ലബ്ബുകൾ ഉണ്ടാക്കുക എന്നുള്ളതിലാണ്. കാരണം അത് ഇന്റർനാഷണൽ പോളിസിയാണ്. ഇന്റർനാഷണൽ പോളിസി ഡിസ്ട്രിക്റ്റുകൾക്ക് തുടർന്നേ പറ്റൂ. ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അത് ഏറ്റെടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ഡിസ്ട്രിക്ട് ഗവർണേഴ്സ് ക്ലബ്ബുകളെ കൊണ്ട് പുതിയ അംഗങ്ങളെ ചേർക്കണം, പുതിയ ക്ലബ്ബുകൾ ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഹ്വാനം ഫ്രോം ദ ഡിസ്ട്രിക്ട് ലെവലിൽ എല്ലാ ക്ലബ്ബുകൾക്കും ഉണ്ട്, ക്ലബ് ലീഡേഴ്സിനുണ്ട്. തീർച്ചയായിട്ടും അത് ഇന്റർനാഷണലിൽ നിന്ന് കിട്ടുന്ന ഒരു ആഹ്വാനമാണ്. പക്ഷെ അങ്ങനെ അത് ചെയ്യുമ്പോൾ നമ്മൾ ആർ വി കോംപ്രമൈസിങ് ഓൺ ക്വാളിറ്റി ഫോർ ദ സേക്ക് ഓഫ് ക്വാണ്ടിറ്റി? That is one thing that we have to look into. ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ഇൻഡിസ്ക്രിമിനേറ്റ് ഗ്രോത്ത് ആണ്. ആ ഒരു ഗ്രോത്ത് ഇപ്പൊ ഞങ്ങൾ മെഡിക്കൽ ടേംസിൽ പറയുകയാണെങ്കിൽ ഒരു അൺകൺട്രോൾഡ് ഇൻഡിസ്ക്രിമിനേറ്റ് ഗ്രോത്തിന് നമ്മൾ ക്യാൻസർ എന്നാണ് പറയുന്നത്. When it is not controlled, we call it cancer. And that kind of a cancer we cannot allow that to creep into our organization. So my concern is that we should grow. നമ്മൾ ഗ്രോ ചെയ്യാതിരിക്കരുത്. തീർച്ചയായിട്ടും നമ്മൾ ഗ്രോ ചെയ്യണം. ഗ്രോത്ത് ആണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. പക്ഷെ അത് ഇൻഡിസ്ക്രിമിനേറ്റ് ക്വാളിറ്റി കോൺഷ്യസ് അല്ലാത്ത ഒരു ഗ്രോത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അത് ശക്തിയേക്കാൾ കൂടുതൽ നമ്മളെ ദുർബലമാക്കുകയാണ് ചെയ്യുന്നത്. It is going to weaken us. So I think a leader in Lionism, a club like Alva West, which is taking up the leadership, which is 50 years old, a club that is capable of, that has leaders who are capable of setting an example, showing the path for other clubs around you. ഇങ്ങനെയുള്ള ഒരു ക്ലബ്ബ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് ഈ ക്വാളിറ്റിയെ പറ്റി കൂടുതൽ കോൺഷ്യസ് ആക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഹ്വാനം. കാരണം when you grow, we need growth, but grow with quality in mind. Not quantity അല്ല അതിൻ്റെ ഫാക്ടർ എന്നുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നത്.
അതുപോലെയുള്ള വേറെയും കൺസേൺസ് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ അതിനെപ്പറ്റി നമുക്ക് പ്രൈവറ്റ് ആയിട്ട് അതിനെപ്പറ്റി പറയാൻ വേണമെങ്കിൽ, ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ഡിസ്കസ് ഓൾ ദോസ് കൈൻഡ് ഓഫ് കൺസേൺസ് ദാറ്റ് ഐ ഹാവ്. ലയണസ് പ്രസ്ഥാനം നിർത്തലാക്കിയതിനെ പറ്റി എൻ്റെ മനസ്സിൽ കുറച്ച് കൺസേൺസ് ഉണ്ട്. ഷുഡ് വി ഹാവ് ഡൺ ദാറ്റ്? ഇന്റർനാഷണൽ ഹാഡ് എ റീസൺ ടു ഡു ഇറ്റ്. ലയണസസിനെ ലയൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സ്ട്രെങ്ത് കൂട്ടുക എന്നുള്ളതായിരുന്നു ലയൺ ഇന്റർനാഷണലിന്റെ ആഗ്രഹമെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് എന്തുമാത്രം പ്രയോജനം ചെയ്തു എന്നുള്ളതിനെ പറ്റി എൻ്റെ മനസ്സിൽ ചില ആശങ്കകളൊക്കെ ഉണ്ട്. അത് നമുക്ക് മാറ്റിവെക്കാം. എന്നിരുന്നാലും എൻ്റെ കുറച്ച് ആശയങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ മാത്രമേ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നുള്ളൂ. ഇന്ന് ലയൺസ് ക്ലബ് ഓഫ് ആലുവ വെസ്റ്റിലെ പുതിയ ഒരു നേതൃത്വം ഇന്ന് ചാർജ് എടുക്കുകയാണ്. പുതിയൊരു നേതൃത്വം ചാർജ് എടുക്കുമ്പോൾ in a club like Alway West, a new leadership, any new leadership will have to work with a lot of dedication, will have to work with a lot of commitment. But അതിലെല്ലാം ഉപരിയായിട്ട് ക്ലബിലെ അംഗങ്ങളെയും സമൂഹത്തെയും സേവിക്കുവാനുള്ള വലിയൊരു മനോഭാവത്തോടു കൂടി ആയിരിക്കണം ഏതൊരു നേതൃത്വവും ഈ ലീഡർഷിപ്പിലേക്ക് ക്ലബിന്റെ ആലുവ വെസ്റ്റ് പോലെയുള്ള ഒരു പ്രഗത്ഭമായ വലിയ പാരമ്പര്യമുള്ള ഒരു ക്ലബിന്റെ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ that should be the primary concern. Your compassion and your feeling for the members of the club as well as for the society in general. നമ്മുടെ ഇന്റർനാഷണൽ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ഇന്ത്യയിൽ നിന്നുള്ള ലയൺ AP സിംഗ്, അദ്ദേഹം ഇതിനെ സെർവന്റ് ലീഡർഷിപ്പ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. He says that what we need to have is not a leadership which is based on servanthood. സേവിക്കുവാനുള്ള ഒരു മനോഭാവത്തോട് കൂടിയ ഒരു നേതൃത്വം, അതാണ് സെർവന്റ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അതാണ് AP സിംഗും ആഹ്വാനം ചെയ്യുന്നത്. I am sure that the current leadership that is going to take up the leadership of the club in the year 24-25 has all the qualities that are required to take this club to much greater heights. And I wish that all the glory that you had in the last 50 years, may you have much more, may you be able to do much more in the coming 50 years of the history of Lions Club of Alva West. And I wish that the new team which takes over today will take this club to much greater heights in the coming years. ഞാൻ ദീർഘമായ പ്രസംഗത്തിൽ മുതിരുന്നില്ല. ഒരു രണ്ട് ഉത്തരവാദിത്തങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ടു ഇൻഡക്ട് ലയൺ പ്രകാശ് is going to be re-inducted as Lion. അത് ഞാൻ ആദ്യം ചെയ്യാം. പ്രകാശ് ഒന്ന് മുമ്പോട്ട് വരാമോ? He's already done that. Prakash, you have already been a lion ആയിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ദീർഘമായ ലയണസത്തെ പറ്റി ഒന്നും പറയേണ്ട ആവശ്യം എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. All I will do is render the oath. You will repeat the oath after me and you will automatically be re-inducted as a lion. So, ഞാൻ ഈ പറയുന്ന ഓത്ത് വലത് കൈ ഒന്ന് ഉയർത്തി പിടിച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്ന ഓത്ത് ഞാൻ ചൊല്ലി തരുമ്പോൾ അത് ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. I take the solemn obligation to abide by the Constitution and bylaws of the club and the International Association of Lions Clubs, to attend all meetings regularly, to contribute my fair share towards the financial support of the club. I further declare that I will assist in building and strengthening membership of the club, and that I will practice the principles of the code of ethics and the objects of Lions International. Thank you. You can drop your hand. Congratulations. Lion Prakash has now been ഇൻഡക്ട് ചെയ്യുമ്പോൾ ഒരു പിൻകുത്തുക എന്നുള്ളത് ഇൻഡക്ഷനിൽ ഭാഗമാണ്.
install the office bearers for the year 2024-25. ഞാൻ പേരുകൾ വിളിക്കുമ്പോൾ അതത് സ്ഥാനത്ത് ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ മാത്രം മതി. നമുക്ക് അവിടെ വെച്ച് തന്നെ ഇൻസ്റ്റലേഷൻ നടത്താൻ മുന്നോട്ട് വരേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അത് കൂടുതൽ സമയം എടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് ജസ്റ്റ് കോൾ ഔട്ട് യുവർ നെയിംസ്, ജസ്റ്റ് സ്റ്റാൻഡ് അപ്പ് ഇൻ യുവർ പ്ലേസസ് ആൻഡ് ആദ്യം ഡയറക്ട് ബോർഡ് മെമ്പേഴ്സ്. ലെറ്റ് മീ കോൾ ഔട്ട് ദ നെയിംസ് ഓഫ് ദ ഡയറക്ട് ബോർഡ് മെമ്പേഴ്സ്. അത് ഞാൻ പേര് വിളിക്കുമ്പോൾ ദയവായിട്ട് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ലയൺ ഡൊമിനിക് ജോസഫ്, ലയൺ ഫ്രാൻസിസ് സേവിയർ കലിക്കാട്, ലയൺ ഷംസുദ്ദീൻ, ലയൺ അഡ്വക്കേറ്റ് സാബുലോലപ്പൻ, ലയൺ വിക്ടർ പോൾ, ലയൺ പത്മനാഭൻ, ലയൺ നിക്സൺ പി തോമസ്, ലയൺ ഷെലി, ലയൺ ഫ്രാൻസിസ് സേവിയർ, Lion Dr. Mahesh Kumar NJF, and Lion Manoj Kandapalli. Okay. So you are going to become the direct board members for this club. നിങ്ങളെല്ലാം സീനിയർ മെമ്പേഴ്സ് ആണ്, നിങ്ങളെല്ലാം പാസ്റ്റ് പ്രസിഡൻസ് ആണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓൾ ഓഫ് യു, ഐ നോ ഓൾ ഓഫ് യു ആർ പാസ്റ്റ് പ്രസിഡൻസ്. അങ്ങനെയുള്ളവരാണ് ഡയറക്ട് ബോർഡിൽ വരേണ്ടത് തീർച്ചയായിട്ടും. കാരണം ഡയറക്ട് ബോർഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ്സ് എ ബോഡി ദാറ്റ് ഗീവ്സ് ഡിറക്ഷൻ ടു ദ ക്ലബ്. പുതിയ ടീം അടുത്ത പ്രത്യേകിച്ച് ഈ ഒരു വർഷം നിങ്ങളുടെ ജൂബിലി, ഗോൾഡൻ ജൂബിലി വർഷമാകുന്ന ഈ ഒരു വർഷം നിങ്ങളുടെ ഒരുമിച്ചുള്ള ഒരു സപ്പോർട്ട്, നിങ്ങളുടെ ഒരു ഗൈഡൻസ് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രസിഡന്റിനും നിങ്ങളുടെ PhD ടീമിനും വളരെ ആവശ്യമാണ്. സോ യുവർ റെസ്പോൺസിബിലിറ്റി ഈസ് ടു ഗൈഡ് ദ ഇൻകമിംഗ് ടീം. He's coming in with a vision. He's got a plan. He's got a purpose for this year, whole year, and it is for you to support him in his vision. He is the past president also. He has also been the president. So, but your support will be paramount in his success. So, will you, as members of the board of directors, promise that you will carry out your responsibilities to the best of your ability? Please take a seat. Thank you. Okay, last kaiyidikam ennu enikku thonunnu. Let me call upon the membership committee chairperson, Lion Dr. Freddy. ഡോക്ടർ ഫ്രെഡി എന്നെ ഞാൻ ലയൺസ് ഹോസ്പിറ്റൽ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഡോക്ടർ ഫ്രെഡിയുടെ ഒരുപാട് സഹായം എനിക്ക് അന്ന് ലഭിച്ചിട്ടുണ്ട്. ഐ യൂസ് ടു കൺസൾട്ട് ഹിം repeatedly for various aspects of the Lions Hospital. I also thank you Freddy for those days that you helped me out in such a big way. Lion Dr. Freddy, you are going to become the membership committee chairperson. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഓർത്ത് വെച്ചാൽ മതി. Quality is much more important than the quantity. So it is your responsibility to identify quality members from the society, bring them over to the club, introduce them to the club, bring them to the board of directors, get the approval of the board of directors and the general body, and to conduct a good induction ceremony for them. Because everybody remembers a good induction ceremony. So it is your responsibility to add to the membership of this club by identifying quality members from society. So will you, as the membership committee chairperson, promise that you will carry out your responsibilities? Please take us. Tail twister, Lion Justy Jose. Lion Justy Jose, you are going to begin the tail twister. It's a conventional role. We all know what the role of the tail twister is. 50 വർഷമായ ആലുവ വെസ്റ്റ് ലയൺസ് ക്ലബ്ബ് 50 ഇൻസ്റ്റലേഷനുകൾ കണ്ടിട്ടുള്ള ആലുവ വെസ്റ്റ് ലയൺസ് ക്ലബിനോട് എന്ന് പറയാനാണ് പ്രത്യേകിച്ച്. I don't think there's anything much to say about the tail twister's role. Obviously, it is to entertain the club, to bring about some kind of entertainment activity, make the club meetings more enjoyable. So, will you, as the tail twister, promise that you will carry out your responsibilities? Thank you. Please take a seat. Lion Tamer, Lion Jimon Joseph. Lion Jimon, you are going to become the custodian of the lion, the properties of the club. The gong, the gable, the flag, all these will be in your custody. Your main responsibility, I would say, would be to make sure that these are all in place at the beginning of every meeting. But more importantly, you are also the official greeter of the club. So whenever you have an important meeting like this, when there are guests coming into the club, it is as the tamer, it is your responsibility to make sure that the guests, you are the official greeter, and the guests are made comfortable. So will you, as a line tamer, promise that you will carry out your responsibilities? Please take a seat. Let me call upon the vice presidents. Lion Engineer Justin Verghese,
Lion Jitesh B, and Lion Mohammed Shabir. Okay. So you are going to take up the responsibility of the vice president of the club. Obviously, it is your responsibility to support the president. And if by any chance the president is not able to attend a meeting, you will have to take over his responsibilities as the vice president. You will have to chair the meeting and you will have to conduct the meeting in his place. Along with that, you are also a member of the Zone Advisory Committee, the District Governors Advisory Committee, which will be called by the Zone Chairperson. It will be your responsibility to attend those meetings also, and to head various committees that the president of your club will form during the current year. So will you, as the vice president, promise that you will carry out your responsibilities? Please take a seat. Let me call upon the treasurer, Lion Peter. പീറ്റർ ഒരു വലിയ ബാധ്യത ഉത്തരവാദിത്തമാണ്, പ്രത്യേകിച്ച് ഈ ജൂബിലി വർഷം ട്രഷറർ എന്ന് പറയുന്നത്. കാരണം ജൂബിലി വർഷത്തിൽ സാധാരണയിൽ കവിഞ്ഞുള്ള ആക്ടിവിറ്റികൾ നടക്കാൻ പോകുന്ന ഒരു വർഷമാണ്. ഒരുപാട് കണക്കുകൾ ലൈൻ ടീച്ചറിന്റെ കൈകളിൽ കൂടി പോകേണ്ടതുണ്ട്. കണക്കുകളുടെ സുതാര്യതയാണ് എപ്പോഴും എല്ലാവരും ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അത് അന്ന് ഉണ്ടാവുമെന്നുള്ളതിനെ പറ്റി യാതൊരു സംശയമില്ല. സോ കീപ്പിംഗ് മെറ്റിക്കുലസ് അക്കൗണ്ട്സ്, making sure that the subscriptions are collected properly, dispensing the funds that are collected by the club according to the direction of the board of directors. ഇതെല്ലാം ഒരു ട്രഷറിന്റെ ഉത്തരവാദിത്തമാണ്. Serious responsibilities. So will you promise that you will carry out your responsibilities to the best of your ability? Let me also call upon the, please sit down. Let me also call upon the treasurer of the Lion Ladies Forum, Lioness Anila Peter. Okay, so നിങ്ങൾ രണ്ടുപേരും ഒരു ടീമാണ്, അതായത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. So you can consult your husband whenever it is required to get some advices. So അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്വൈസ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ഒരു ലയൺസ് ഫോറം ഒരു ട്രഷറർ ആയിട്ട് അടുത്ത വർഷം. So you promise that you will carry out your responsibilities. Please take a seat. Let me call upon the joint secretary, Lion Charlie V. Jose, and the secretary of the Lions Club, Lion Sunil Kumar SK. Secretary of the Lion Ladies Forum, Lioness Sushmita. She's not here. Okay. So you are going to become the secretary of the Lions Club. You are the treasurer currently, so you are getting an elevation, or let us say you are anyway carrying on in the PSDT this year as the secretary. Secretary has got again tremendous responsibilities. ക്ലബിന്റെ അംഗങ്ങളെല്ലാം നോക്കി നിൽക്കുന്നത് ഡിസ്ട്രിക്റ്റുമായിട്ടുള്ള ഒരു കോർഡിനേഷൻ, ഒരു ലൈസനിങ്, അത് പ്രൈമറിലി അത് സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ്. ഡിസ്ട്രിക്ട് ക്ലബിന്റെ ആക്ടിവിറ്റികളെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങൾ സെക്രട്ടറിയാണ്, ഓഫ് കോഴ്സ്. ആൻഡ് ദാറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു ദ മെമ്പേഴ്സ് ഓഫ് ദ ക്ലബ്. ബിക്കോസ് ഇഫ് ദ ക്ലബ് ഹാസ് ടു ബി റെക്കഗ്നൈസ്ഡ് അറ്റ് ദ ഡിസ്ട്രിക്ട് ലെവൽ, പ്രോപ്പർ റിപ്പോർട്ടിംഗ് ഹാസ് ടു ഹാപ്പൻ. അത് നടന്നാൽ മാത്രമേ ക്ലബിന്റെ പ്രവർത്തനങ്ങൾ ഡിസ്ട്രിക്ട് ലെവലിലേക്കും മറ്റുള്ളവരും അറിയുകയുള്ളൂ. അതിനുള്ള പ്രോപ്പർ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ്. സോ യു ഹാവ് ഗോട്ട് എ ബിഗ് റെസ്പോൺസിബിലിറ്റി ടു ദ മെമ്പേഴ്സ് ഓഫ് യുവർ ക്ലബ്. Sending the informations to the club members, sending all the proper communications to the district. ഇതെല്ലാം സെക്രട്ടറിയുടെ ബാധ്യത ഉത്തരവാദിത്തങ്ങൾ പെട്ടതാണ്. You are also the right hand person of your president. You and the treasurer together form the right and the left hand. നിങ്ങൾ മൂന്നുപേരും കൂടുമ്പോഴാണ് ഒരു കോർഡിനേറ്റഡ് ടീം ആവുന്നത്. So will you as the secretary promise that you will take up your responsibilities to the best of your ability, and the joint secretary? You support him in all his works. Thank you. Please take a seat. Now let me call upon the most important person for today, the incoming president of the Lions Club of Cochin Alua West for 24-25. Granvidi, please come over. And the Lion Ladies President, Lion Shelly, lovely Shelly, please come over. Gunni, ഇതൊരു വലിയ ഉത്തരവാദിത്തമാണ് ഉന്നയിച്ചത് വരുന്നത്. Because we know that this is the golden jubilee year of Lions Club of Family. ഇത് once in a lifetime opportunity. You will not likely get another opportunity like this again.
After another 50 years, you may be there, but I doubt whether you will be the president at that time. Anyway, ഈ ഒരു ഉത്തരവാദിത്വം നിങ്ങളുടെ ക്ലബ്ബ് ആലുവ വെസ്റ്റ് അറിഞ്ഞുകൊണ്ട് ഉണ്ണിയുടെ തലയിൽ വെച്ചിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. Because they believe that you are the only person who is capable of taking this club forward during this jubilee year. And all the members of the club look up to you for your leadership. You are a board leader. I know that because I have experienced all your leadership qualities. And Lion Lady, lovely, you are also going to be a part of the Golden Jubilee year team. And all those responsibilities are on your shoulders. So I assume that you are all ready to take over the leadership of the club for the year 24-25. So Lion Ibrahim Kutti and Lion Lady Lovely, do you promise that you will carry out your responsibility to the best of your ability? Congratulations, we have installed your new president for the year 24-25. Lion Ibrahim Kutti, I am handing over this gavel as a sign of your authority for the club, over the club. Lion Rajagopal, please come over and adorn the collar on your new president and please leave it to the president's chair. Lion Lady, please take your president to her chair. So, congratulations to the newly installed president and his team of office bearers, and of the Lion Ladies Forum also. Once again, let me take this opportunity to wish you one of the very best years of Lionism in the coming year 24-25. And once again, I thank you all from the bottom of my heart for giving me this opportunity to launch your Golden Jubilee year 24-25. I also regret that my wife could not join me today because she also enjoys coming to Alva West Club. She definitely does, because she's also got a lot of friends in this club. Unfortunately, she's laid up with fever. That was the reason why she couldn't come. But I, on behalf of her and on my personal behalf, I thank you all once again for this great opportunity. Sir, 1 minute, please. We have received 3 milestones Chairman Awards. I request of... years, Lion T.A. Peter. Again, 25 years, our president, Lion Ibrahim Kutti. Thank you, Lion Dr. Binoy Mattai, for your nice words and also for your informative and interesting speech, and for conducting the installation ceremony in a very fabulous and very beautiful manner. Now I invite our President Lion K. Ibrahim Kutti for the acceptance speech. ഇന്നത്തെ മുഖ്യാതിഥിയും ഇൻസ്റ്റാളിംഗ് ഓഫീസറുമായ past District Governor Lion Dr. Binoy Mattai, Region Chairperson Sunil Joseph MJF, Zone Chairperson Peter Koikara, Immediate Past President Lion Rajagopal, Lioness President Lauri Shelly, Lion Dr. Mahesh Kumar, Lioness President-elect
ലവ്ലി ഷെല്ലി, ഇന്ന് നമ്മളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ അയൽ ക്ലബുകളിലെ PSTമാർ, സോണിലെ PSTമാർ, ക്ലബിൻ്റെ പ്രിയപ്പെട്ട ക്ലബിലെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് ഇൻ ലയണിസം, എനിക്ക് ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള ലയൺ ഡോക്ടർ ബിനോയ് മത്തായി തന്നെ ഇന്ന് എന്നെ ഇൻസ്റ്റാൾ ചെയ്തതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. 17 വർഷം മുമ്പ് ഇതുപോലെ എനിക്ക് മുൻ രജിസ്റ്ററീനായ ഇന്റർനാഷണൽ ഡയറക്ടറായ ലയൺ KPA ഹാറൂണാണ് എന്നെ അന്ന് അവരോധിച്ചത്. അതിനുശേഷം ഇന്നിപ്പോൾ നമ്മുടെ ഈ ക്ലബിലെ ഒരു പല നോമിനേഷൻ കമ്മിറ്റി ചെയർമാൻ്റെ കൺട്രോളിൽ നമ്മുടെ ലയൺ ഗെയിൽസും ഷെല്ലിയും കൂടിയിട്ട് എന്നെ സമ്മർദ്ദം കൊണ്ട് എന്നെ അവസാനം ഒരു അനുസരണയുള്ള ലയണാക്കി മാറ്റി. എന്തായാലും എൻ്റെ 25-ാം വർഷവും ഒരു 50-ാം വർഷവും കൂടി സംയോജിപ്പിച്ച് മുന്നോട്ട് ക്ലബ് ഈ കൊല്ലം നന്നായിട്ട് കൊണ്ടുവരാനാണ് എൻ്റെ ആഗ്രഹം. ഈ വർഷത്തെ എനിക്ക് പ്രത്യേകിച്ച് ആശങ്കയൊന്നുമില്ല. എൻ്റെ മുൻപിൽ ഇമ്മീഡിയറ്റ് പ്രസിഡന്റുണ്ട്, പുറകില് VP ഷബീറും ജിതേഷും എല്ലാവരും ഉണ്ട്. വലതുവശത്തോട് സെക്രട്ടറിയായ സുനിൽകുമാറും നമ്മുടെ ട്രഷറർ P പ്രളയിന്റെ പേരിൽ വളരെ സമാധാനമുണ്ട്. അവരെല്ലാം വൈബ്രന്റായിട്ട് എല്ലാം കൊണ്ടുപോകുന്നുള്ള 100% ഉറപ്പാണ്. ഈ വർഷം ലയൺസ് ക്ലബ് ആലുവസ്റ്റിന്റെ 50-ാം വാർഷികം നല്ല ഭംഗിയെ കൊണ്ടുപോകാനാണ് എൻ്റെ ആഗ്രഹം. അതിന് നമ്മുടെ ക്ലബിലെല്ലാവരും മാത്രമല്ല സോണിലെയും അയൽ ക്ലബുകളെല്ലാം സഹകരിക്കണമെന്ന് ഞാൻ പ്രത്യേകം ആശിക്കുന്നു. ഇന്ന് എന്നെ രണ്ടാമത് ഇപ്പോഴും ലയൺസ് ക്ലബിലേക്ക് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത നോമിനേഷൻ കമ്മിറ്റി എന്നല്ല, എൻ്റെ ക്ലബിലെ എല്ലാവർക്കും ഞാൻ ഒരിക്കൽ വളരെ കൃതജ്ഞതയോടെ ഓർത്തുകൊണ്ട് നന്ദി, നമസ്കാരം. Thank you, Lion Ibrahim Kutti. Now I invite Lion Ladies Forum President, Lion Lady Lovely Shelly for acceptance speech. Lion President, Lion Ibrahim Kutti, Chief Guest of the Day, Lion Dr. Binoy Mathai, dignitaries on and off the dais, and my dear friends. I am truly privileged and grateful for choosing me as the president of the Lioness Board, Lioness Ladies Forum. The key to the success of any club is your partnership and working together. I pray to God that this year, 2024-25, be a year full of activities with service and service activities. Thank you. Thank you, Lion Lovely Shelly. Now I request our President Lion K. Ibrahim Kutti and past President Lion K. Rajagopal to release Golden Jubilee logo. Thank you. To release the Golden Jubilee Directory by handing over a copy to our past. Dear fellow Lions, including our PDG,
ഈ ഒരു ഡയറക്ടറി ഈ 50ാമത്തെ ഗോൾഡൻ ജൂബിലി സെലിബ്രേഷന് വേണ്ടി ഉണ്ടാക്കും. ഞങ്ങളുടെ 39 അംഗങ്ങളും അവരുടെ എല്ലാ ഡേറ്റാസും അടങ്ങിയ ഒരു ഡയറക്ടറിയാണ് ഉണ്ടാക്കിയത്. ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ കമ്മിറ്റി മെമ്പേഴ്സായ പ്രൊഫസർ ഫാത്തിമ വാസിനും കൺവീനർ ലയൻ ഷെല്ലിയും ഞാനും ഞങ്ങൾ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ഞങ്ങളെല്ലാവരും വളരെ സഹകരിച്ചു. വളരെ അധികം സമയവും ചെയ്തത്. എന്നിരുന്നാലും എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ചെയർമാൻ എന്നുള്ളതിൽ നിങ്ങൾ സാധനം ക്ഷമിക്കണമെന്ന് വെച്ചുകൊണ്ട് ഞാനിത് റിലീസ് ചെയ്യുന്നതിനെ കുറിച്ച് President Lion K.E. Ibrahim Kutti to hand over the memento to our past district governor. Outgoing President Lion K. Rajagopal. Lion Sunil Kumar will hand over a memento to Lion Justin Varghese. Next, Lion Lady Sukhmita to hand over a It's a great honor to stand before you today to celebrate and congratulate the outgoing office bearers of our esteemed Lions Club. Tonight, we acknowledge the exceptional dedication, hard work, and inspiring leadership that guided us over the past year. First and foremost, I would like to extend my heartfelt gratitude to our President, outgoing President, Lion Rajagopal. Sir, your leadership has been nothing short of transformative. With your commitment, we have strengthened the bonds within our club. You have set a high standard for those who to follow your footsteps, and for that we are deeply grateful. Our Secretary, Lion Justin Varghese, has kept us organized, informed, and on track. Your meticulous diligence and commitment to clear communication have ensured that our club runs smoothly and efficiently. We thank you for your hard work. To our Treasurer, Lion Sunil Kumar, your expertise and careful management of our finances have provided us with resources to make the real difference. We are grateful for your vigilance and your commitment to our mission. And to all the members of the Director Board, your collaborative spirit, enthusiasm, and hard work have been a driving force behind all of achievements. I am a bit late now, but
I present the contributions of Lions Ladies Forum, guided by the President Preeti Giles, Secretary Engineer Mary Justin, Treasurer Bensi Saju, the past year. They were the driving force behind most of the programs and cultural activities, and they needed to be congratulated and their notable services to be recorded. On behalf of entire club, I extend our deepest gratitude and heartfelt congratulations to each of you. Please give a standing ovation to the outstanding outgoing office bearers. Thank you for your exceptional service, and we wish that you all the very best in your future endeavors. Thank you. Jai Hind, Jai Lions. Chairman of the meeting, newly elected President Lion Ibrahim Kuti, Chief Guest of the day, Lion Dr. Binoy Mathai MJF, leaders on the dais, off the dais, leaders from neighboring clubs, Lionesses, Leos, Cubs. Good evening all of you. ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാം. സമയം വൈകി, നമുക്ക് നന്നായിട്ട് അറിയാം. ആദ്യമായിട്ട് ഇവിടെ വരാനും നിങ്ങളെല്ലാം പരിചയപ്പെടാനും നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കാനും അവസരം തന്ന ആൽബിയൻ വെസ്റ്റ് ക്ലബിന് വലിയൊരു നന്ദി അറിയിക്കുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇവിടെ വരാനായിട്ട്. അത് വെറുതെ പറയാനല്ല, കാരണം വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നിങ്ങൾ മീറ്റിംഗ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. മറ്റു പല ക്ലബുകളിലും കാണാത്ത പല കീഴ്വഴക്കങ്ങളിലൂടെ കാണാനും സാധിച്ചു. ടോസ്റ്റുകൾ ടീം, ഇതൊന്നും മറ്റ് ക്ലബുകളിൽ ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ വളരെ അനുകരണീയമായിട്ടുള്ള പല മാതൃകകളും ഇവിടെ കാണാൻ സാധിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നിയത്, ലയൺസിന് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് ലേഡീസിന്, ലയണസസിന് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ലേഡീസ് ഫോറം വളരെ ആക്റ്റീവ് ആണെന്ന് കാണാൻ സാധിക്കും. ലേഡീസ് ഫോറം പ്രസിഡന്റ് ഇവിടെ അവതരിപ്പിച്ച ആ റിപ്പോർട്ടിൽ നിന്ന് തന്നെ വളരെ അത്ര എന്തൂസിയാസ്റ്റിക് ആയിട്ടാണ് നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷം മുന്നോട്ട് കൊണ്ടുപോയെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നത്. ഇതെല്ലാം കണ്ടു പഠിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ്. എനിക്ക് ഇവിടെ വരാൻ സാധിച്ചുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം കാണാൻ സാധിച്ചത്. ഡെഫിനറ്റ്ലി യു പീപ്പിൾ ഡിസേർവ്സ് എ റൗണ്ട് ഓഫ് അപ്ലോസ് പ്ലീസ്. നിങ്ങൾ 50 വർഷം പൂർത്തിയാക്കുന്ന വലിയൊരു ക്ലബ്ബാണ്. എൻ്റെ സോണിൽ എനിക്ക് കിട്ടിയ റീജിയനിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ക്ലബ്ബുകളിൽ ഏറ്റവും വലിയ ക്ലബ്ബാണ് ഇൻ ടൈംസ് ഓഫ് മെമ്പർഷിപ്പ്. അപ്പോൾ ഇത്രയും വലിയൊരു ക്ലബ്ബ് ഈ വർഷം ഒരു മൈൽ സ്റ്റോൺ ഇയർ ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. സ്വാഭാവികമായിട്ട് നിങ്ങളെല്ലാവരും അതിൽ എന്തൂസിയാസ്റ്റിക് ആയിരിക്കുമെന്നും വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന എനിക്ക് 100% വിശ്വാസമാണ്. എങ്കിലും ഞാനൊരു കാര്യം ഓർമ്മിച്ചോട്ടെ, ഇവിടെ 40 വർഷം പൂർത്തിയാക്കിയ ലയൺ നമ്മൾ കണ്ടു. 35 years, 25 years വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ലയനിസ്റ്റിക് ഈ ഇയേഴ്സിൽ ഒരേപോലെ എന്തൂസിയാസ്റ്റിക് ആയിരുന്നുണ്ടാവുള്ളൂ. സ്വാഭാവികമായിട്ടും ഇല്ല. ചിലപ്പോൾ 3, 4, 5 വർഷം നമ്മൾ ഗംഭീരമായിട്ട് ചെയ്തിട്ട് മറ്റു പല പല റീസൺസ് കൊണ്ടിട്ട് നമ്മളൊന്ന് ബാക്ക് ഫുട്ടിലോട്ട് പോകും. നാച്ചുറലി അല്ലേ, എല്ലാവരുടെയും കരിയർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു വർഷം നിങ്ങളെല്ലാവരും ഫ്രണ്ട് ഫുട്ടിലേക്ക് തന്നെ വരണം. കാരണം ഇത് അത്രയും വലിയൊരു ഇയറാണ്. ഇതുപോലത്തെ ഒരു വർഷം നമുക്ക് ഇനി നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല. 50 വർഷം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഒരിക്കൽ മാത്രം, ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അനന്തർ 50 years നമുക്ക് സ്വപ്നം കാണാൻ ചിലപ്പോൾ പറ്റില്ല. അഥവാ എന്തെങ്കിൽ പോലും നമ്മുടെ ഒരു ആക്റ്റീവ് ലൈഫ് ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇതൊരു വൺസ് ഇൻ എ ഇയർ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം നമ്മുടെ എല്ലാ മെമ്പേഴ്സും നിങ്ങളുടെ എല്ലാ എക്സ്പീരിയൻസും നോളജും ഇത്രയും നാളത്തെ ലയനിസ്റ്റിക് സ്കിൽസും എല്ലാം നിങ്ങൾ പുറത്തെടുത്തുകൊണ്ട് ഈ ഒരു വർഷം അതിഗംഭീരമായിട്ടുള്ള ഒരു വർഷമാക്കണം. അതിന് ഞങ്ങളെ കൂടിയൊക്കെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ്. ജസ്റ്റ് കോൾ മീ, ഐ വിൽ ബി അറ്റ് യുവർ സർവീസ് ഓൾ ത്രൂ ഔട്ട് ദിസ് ഇയർ. അതാണ് എനിക്ക് തരാൻ പറ്റുന്നൊരു വാക്ക്. ഈ കഴിഞ്ഞ വർഷം നിങ്ങൾ കണ്ടസ്റ്റ് റാങ്കിങ്ങിൽ 5th പൊസിഷനാണെന്ന് പറഞ്ഞു. ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ ബാഡ്. പക്ഷെ ഈ വർഷം നമുക്ക് കുറച്ചുകൂടി ഭംഗിയാക്കണ്ടേ? കാരണം നമ്മളുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. കഴിഞ്ഞ വർഷം നമുക്ക് 2 MJF ഉണ്ടെന്ന് പറഞ്ഞു. ഈ വർഷം കുറച്ചുകൂടി പേരെ നമുക്ക് കൊണ്ടുവരണ്ടേ? കുറച്ചുകൂടി കോൺട്രിബ്യൂട്ടേഴ്സിന് നമുക്ക് കാണണ്ടേ? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്ലൈ തരണമെന്നാണ് എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ്. ഇന്ന് നമ്മളുടെ ഈ വർഷം നമ്മുടെ മെമ്പർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങളുടെ മെമ്പർഷിപ്പ് 38 ആണ്. ഇപ്പോൾ ഒരാളെ കൂടെ നിങ്ങൾ ഇൻഡക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് വിൽ ബിക്കം 39. അപ്പോൾ 50 വർഷം പൂർത്തിയാക്കുന്ന ഈ വർഷം
മെമ്പർഷിപ്പ് 50-ലേക്ക് മുട്ടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഒരു നല്ല നമ്പർ അല്ലേ? ഓർത്തിരിക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് തന്നെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും അത് കൺസിഡർ ചെയ്യണം. ഡോക്ടർ ബിനോയ് മത്തായി പറഞ്ഞ പോലെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ടല്ല കേട്ടോ, എല്ലാ ക്വാളിറ്റീസും എല്ലാ ക്രൈറ്റീരിയസും നോക്കി നിങ്ങൾക്ക് തൃപ്തികരമാകുന്ന രീതിയിൽ നിങ്ങൾ പുതിയ കുറച്ച് മെമ്പേഴ്സിനെ എടുക്കണം എന്നാണ് എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ്. നിങ്ങളുടെ ഈ വർഷത്തെ ഭാരവാഹികളുടെയും ബോർഡ് മെമ്പേഴ്സിന്റെയും എല്ലാവരുടെയും ലിസ്റ്റ് കണ്ടു. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ഹാൻഡ്സ് ആണ്. അത് വലിയ കാര്യമാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം വി നീഡ് ഫ്രഷ് ബ്ലഡ്. പുതിയ ആൾക്കാരും വേണം നമുക്ക്. ഏത് പ്രസ്ഥാനമാണെങ്കിലും ഒരു 15-20% നമ്മൾ ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു എനർജിയും എന്തൂസിയാസവും എല്ലാ കൊല്ലവും നമുക്ക് നിലനിർത്താൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ആവറേജ് ഏജ്, ഒരു കളക്റ്റീവ് ഏജ് എപ്പോഴും മുകളിലോട്ട് കയറി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ വരരുത്. ആസ് എ ക്ലബ് വി ഷുഡ് ബി യങ്. അപ്പോൾ ആ യങ് ആയിട്ടുള്ള ഇത് നിലനിർത്താനായിട്ട് വി നീഡ് ന്യൂ പീപ്പിൾ ടു കം ടു അവർ ക്ലബ്. അപ്പോൾ ഈ വർഷം നിങ്ങൾ കുറച്ച് പുതിയ ജോയിനിങ്സ് ഉണ്ടാക്കണം. ഈ വർഷം ഏറ്റവും മികച്ച ഒരു പ്രവർത്തനം കാഴ്ചവെക്കണം. അതിലെല്ലാത്തിലും ഞങ്ങളെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. ഞങ്ങൾ വിളിക്കണം. ആൻഡ് അത് നമുക്ക് ഒരു വർഷം മുഴുവനും നല്ലൊരു മികച്ച പ്രവർത്തന ലയണിസ്റ്റിക് ഇയർ ആയിട്ട് കൊണ്ടാടാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഏറ്റവും പ്രിയപ്പെട്ട ഇന്നത്തെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ പുതിയ പ്രസിഡന്റ് ലയൺ ഇബ്രാഹിം കുട്ടി, ഇന്നത്തെ ഈ യോഗത്തെ ഏറ്റവും ധന്യമാക്കിയ നമ്മുടെ ഇൻസ്റ്റലേഷൻ സെറമണി നയിച്ച ലയൺ ഡോക്ടർ ബിനോയ് മത്തായി MJF, വേദിയിലും സദസ്സിലുമുള്ള പ്രൗഢ ഗംഭീരമായിട്ടുള്ള വ്യക്തിത്വങ്ങൾ, ഇന്നത്തെ ഈ ദിവസം ഏറ്റവും സുന്ദരവും മഹത്തരവുമാക്കിയ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ അനുമോദിക്കുകയാണ്. 50 വർഷത്തെ സേവന പാരമ്പര്യമുള്ള മഹത്തായ ലയൺ പ്രസ്ഥാനത്തിന്റെ സാരഥികളെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു, ആദരിക്കുന്നു, ആശംസകൾ അറിയിക്കുന്നു, അനുഗ്രഹങ്ങൾ യാചിക്കുന്നു. കാരണം നിങ്ങളുടെ അത്രയും പ്രവൃത്തി പരിചയമുള്ള ആളുകൾ നമ്മുടെ പരിസരത്ത് കുറവാണ്. അതുകൊണ്ട് തന്നെ ആലുവ വെസ്റ്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഏറ്റവും കാര്യക്ഷമമായ രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. എനിക്ക് വളരെ ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്, ലയൺ ഇബ്രാഹിം കുട്ടിയുടെയും സുനിൽ കുമാറിന്റെയും ലയൺ പീറ്ററിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നിങ്ങളുടെ ക്ലബിന് ഉന്നതമായ വിജയം നേടുവാൻ സാധിക്കും. ഈ 50ാമത്തെ വർഷം, ജൂബിലി വർഷം ഏറ്റവും സുന്ദരമാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. 306 അത് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ജസ്റ്റ് കൈവക്കി കേട്ടോ. അതെങ്ങനെയാ പറ്റിയെന്ന് അറിയില്ല. അതിന് മുമ്പ് പുള്ളി കൈവക്കി. പുള്ളി കടയാൻ റിക്വസ്റ്റ്. താങ്ക് യു ജെസി.
ഇന്നത്തെ ഈ സായാഹ്നത്തിൽ നമ്മളുടെ ഇവിടെ എത്തിച്ചേർന്ന നമുക്ക് വേണ്ടി ഇൻസ്റ്റലേഷനും എത്തിച്ചേർന്ന നമ്മുടെ ബിനോയ് മത്തായി MJF, വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, ഈ സായാഹ്നത്തിൽ ആലുവ ലയൺസ് ക്ലബ് പ്രസിഡന്റിന്റെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നന്ദി. താങ്ക് യു. പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ഗംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലധി തരംഗ തവ ശുഭ നാമേ ധ്യായേ തവ ശുഭ ആശിഷ മാഹേ गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. Now, may I request our President Lion K.E. Ibrahim Kuti to declare the meeting adjourned for fellowship and dinner. Meeting adjourned for dinner and fellowship.